സംസ്ഥാനത്തു നിന്നുള്ള അവയവക്കടത്തിൻ്റെ വാർത്തകൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ദാരിദ്ര്യം ചൂഷണം ചെയ്താണ് ഈ പല സംഘങ്ങളും പ്രവർത്തിക്കുന്നത്. തൃശ്ശൂർ മുല്ലശ്ശേരിയിൽ നിരവധി ആളുകൾ നിർബന്ധിത അവയവദാനത്തിന് വിധേയരായിട്ടുണ്ടെന്നാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CA ബാബു പറയുന്നത്. അവയവദാനം സംബന്ധിച്ച നിർണായക വെളിപ്പെടുത്തലുകൾ ഇന്ന് ഒരു വീട്ടമ്മ നടത്തിയിട്ടുണ്ട്. പരാതി നൽകിയിട്ടും കാര്യക്ഷമമായ അന്വേഷണം നടന്നില്ലെന്നും ആരോപണം ഉയരുകയാണ്. സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുന്നവരെ നോട്ടമിട്ടായിരുന്നു തൃശ്ശൂർ മുല്ലശ്ശേരിയിലെ അവയവ കച്ചവടം. ഇരയാക്കപ്പെട്ടവരിലേറെയും കൂലിപ്പണിക്കാരും വീട്ടമ്മമാരും. ഞെട്ടിക്കുന്ന കഥകളാണ് മുല്ലശ്ശേരിയിൽ നിന്ന് പുറത്തു വരുന്നത്. ഞങ്ങളന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ വേറെ കുറേ ഏജന്റുമാരുണ്ടായിരുന്നു. അത് പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു. അവരോടൊക്കെ അവരെക്കാൾ അധികം കാശ് തരാനൊക്കെ പറഞ്ഞിട്ടാക്കണം കണ്ടിരുന്നു. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു കാര്യം അവിടെ നടക്കുന്നത് തന്നെ. ഞാനിപ്പോൾ ഇത് കൊടുക്കാൻ നിന്നപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നത് തന്നെ. ഈ കാണുന്ന വീട്ടമ്മയടക്കം തൃശൂർ ജില്ലയിലെ മുല്ലശ്ശേരി പഞ്ചായത്തിൽ 2 വാർഡുകളിലായി 7 പേരാണ് അവയവ കച്ചവടത്തിന് ഇരയായത്. 5 പേരുടെ വൃക്കയും 2 പേരുടെ കരളുമാണ് വിൽപ്പന നടത്തിയതെന്ന് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CA ബാബു 24നോട് പറഞ്ഞു. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചുവെങ്കിലും കാര്യക്ഷമമായില്ല. പരാതി കൊടുത്തിട്ട് 7 മാസമായിട്ടും അമ്മ ഈ വൃക്ക മാഫിയയുടെ അതിലേക്ക് എത്തുന്നില്ല. തെളിവില്ല. അതായത് പിന്നെ പറഞ്ഞാൽ പോലീസ് പറഞ്ഞ റിപ്പോർട്ടിൽ പ്രകാരം എന്താ വെച്ചാൽ ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ടീമിനെ സ്റ്റേറ്റ് തലത്തിൽ നിശ്ചയിക്കണം. അതാ നടക്കുള്ളൂ എന്നുള്ളതാണ് എനിക്ക് അന്ന് റിപ്പോർട്ടിൽ പറയുന്നത്. കരൾ നൽകിയവർക്ക് 10 ലക്ഷം രൂപയും വൃക്ക നൽകിയവർക്ക് 5 ലക്ഷം രൂപയുമാണ് ലഭിച്ചത്. ഏജന്റുമാർ മുഖേന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളെ ബന്ധപ്പെട്ട് സ്ത്രീകളെ വലയിലാക്കുകയായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് CA ബാബു അവയവ കച്ചവടം സംബന്ധിച്ച് പരാതി നൽകിയത്. മുല്ലശ്ശേരി പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിൽ വിവിധയിടങ്ങളിൽ അവയവ മാഫിയ പിടിമുറുക്കിയിട്ടുണ്ടെന്ന സംശയമാണ് പരാതിക്കാരൻ പങ്കുവയ്ക്കുന്നത്. അവയവ കച്ചവട മാഫിയയിലെ പ്രധാനിയെ കുരുക്കാനായതാണ് ഈ വെളിപ്പെടുത്തലുകളിലേക്ക് പോലും നയിച്ചത്. ഒരുപക്ഷേ അവയവ കച്ചവട മാഫിയയെ കുരുക്കാനായിരുന്നില്ലെങ്കിൽ മുല്ലശ്ശേരിയിലും യഥേഷ്ടം അവയവ കച്ചവടം തുടർന്നേനെ. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24. റംല അലി മലപ്പുറത്ത് നിന്ന് പറയുന്നു, മലപ്പുറത്ത് കഴിഞ്ഞ 5 മണിക്കൂറായി കനത്ത മഴ തുടരുകയാണെന്ന് പറയുന്നു. ഇപ്പോൾ സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് അറിയിക്കുന്നു, അവിടെയും കനത്ത മഴയാണ്. നഗരത്തിലെ ചില വീടുകളിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞു. പ്രധാന റോഡുകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. തൃശ്ശൂർ അശ്വിനി ആശുപത്രിക്ക് പിറകിലെ വീടുകളിൽ ഇപ്പോൾ വെള്ളം കയറിയിരിക്കുകയാണ്. തൃശ്ശൂരിൻ്റെ ഗ്രാമീണ മേഖലകളിലും കനത്ത മഴ തുടരുന്നുവെന്ന് സൂരജിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. അവിടെയൊക്കെ വഴി യാത്ര ചെയ്യുന്നവരും വണ്ടി ഓടിക്കുന്നവരും ഒക്കെ ജാഗ്രത പാലിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വാർത്ത അറിയിക്കുന്നത്.